തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ടിനെതിരായ വിമർശനത്തിൽ VS സുനിൽകുമാറിന് CPIയുടെ ശാസന. പൂരം കലക്കിയതിൽ ഒന്നാം പ്രതി കളക്ടറാണ് എന്ന വിമർശനത്തിന്റെ പേരിലാണ് ശാസന. R. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ അന്ന് തന്നെ VS സുനിൽകുമാറിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. തിരുവമ്പാടി ദേവസ്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് താൻ കരുതുന്നില്ല, കളക്ടറാണ് ഒന്നാം പ്രതിയാകേണ്ടത് എന്ന തരത്തിലേക്കുള്ള പരാമർശമാണ്. തള്ളിക്കൊണ്ട് അപ്പോൾ തന്നെ മന്ത്രി K. രാജൻ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതിൽ പാർട്ടിക്ക് വിയോജിപ്പുണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അതിന്റെ പേരിലാണോ ശാസന? അനുജ, പാർട്ടിക്ക് വിയോജിപ്പുള്ളതിന്റെ പേരിലാണ് VS സുനിൽകുമാറിനെതിരെ രൂക്ഷമായ വിമർശനവും ശാസനയും ഉണ്ടായിരിക്കുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനാണ് വീഴ്ച സംഭവിച്ചതെന്ന വിമർശനമാണ് ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിനെ തള്ളി രംഗത്ത് വന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ VS സുനിൽകുമാർ ഈ കാര്യത്തിൽ ഒന്നാം പ്രതി കളക്ടറാണ് എന്ന പ്രതികരണം നടത്തിയിരുന്നു. കളക്ടറാണ് ഒന്നാം പ്രതിയെങ്കിൽ പിന്നെ രണ്ടാം പ്രതി റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയായ K. രാജനായിരിക്കില്ലേ എന്ന ചോദ്യമാണ് CPI നേതാക്കൾ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാറിൻ്റെ ഈ പ്രതികരണത്തിനെതിരെ മന്ത്രി K. രാജൻ സംസ്ഥാന സെക്രട്ടറിയെയും തൃശൂർ ജില്ലാ സെക്രട്ടറിയെയും അതൃപ്തി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ചേർന്ന CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് സുനിൽകുമാറിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സുനിൽകുമാറിന്റെ നടപടി തീർത്തും തെറ്റായിപ്പോയി, ഇത് പാർട്ടിയുടെ റവന്യൂ മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഇടപെടലായിപ്പോയി എന്നുള്ള വിമർശനമാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. അതിന് പിന്നാലെ സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സുനിൽകുമാറിനെ ശാസനാരൂപത്തിൽ വിമർശിച്ചു. കാരണം ഇങ്ങനെയൊരു പ്രതികരണം സുനിൽകുമാറിനെ പോലൊരു നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത്തരമൊരു വിമർശനം നടത്താൻ ആരാണ്, കളക്ടറാണ് ഒന്നാം പ്രതി എന്ന് പറയാൻ ആരാണ് സുനിൽകുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യവും ബിനോയ് വിശ്വം ഉന്നയിച്ചു. മേലിൽ ഇത്തരം പ്രതികരണങ്ങൾ ആവർത്തിക്കരുതെന്ന താക്കീത് നൽകിയിട്ടുണ്ട്. സാധാരണ അച്ചടക്ക നടപടിയുടെ രൂപത്തിലുള്ള ശാസനയല്ല, മറിച്ച് ഒരു പാർട്ടി യോഗത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവിനെ സംസ്ഥാന സെക്രട്ടറി തന്നെ ശാസിക്കുന്ന ഒരു അത്യപൂർവമായിരുന്ന സംഭവമാണ് ഇന്നലെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ നടന്നത്. എന്തായാലും മന്ത്രി രാജന്റെ അതൃപ്തിയാണ് ഇത്തരമൊരു വിമർശനത്തിനും ശാസനാരൂപത്തിലുള്ള ഇടപെടലിനുമൊക്കെ വഴിവെച്ചത്. അനുജ, ഇതിൽ എന്തുകൊണ്ടാണ് VS സുനിൽകുമാർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം നൽകുകയുണ്ടായോ ശ്രീജിത്ത്? അനുജ, നേരത്തെ തന്നെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കർശനമായൊരു സമീപനം സ്വീകരിച്ചിരുന്ന നേതാവാണ് VS സുനിൽകുമാർ. കാരണം പൂരം കലക്കലാണ് തൃശ്ശൂരിലെ തോൽവിക്കിടയാക്കിയത്. തൃശ്ശൂരിൽ മത്സരിച്ചത് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് VS സുനിൽകുമാർ ആയിരുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ചില രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും BJP അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങളും മറ്റും അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസുകാരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ല എന്ന് വരുന്നതിനെയാണ് സുനിൽകുമാർ ചോദ്യം ചെയ്തത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അതിന് ജില്ലാ ഭരണകൂടത്തിന് വലിയ റോളുണ്ട്. അപ്പോൾ ആ ജില്ലാ ഭരണകൂടം പോലീസിനടക്കം നിയന്ത്രിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വീഴ്ച എന്ന ചോദ്യമാണ് സുനിൽകുമാർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂരം കലക്കലിൽ സംശയകരമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, ആസൂത്രിതമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന നിലപാടാണ് സുനിൽകുമാറിനുള്ളത്. അതുകൊണ്ടാണ് കളക്ടറാണ് ഒന്നാം പ്രതിയാകേണ്ടയാൾ എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. ഈ കളക്ടർ അന്ന് അവിടെ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ പിന്നീട് ഒരു BJP സഖ്യകക്ഷിയുടെ മന്ത്രിയുടെ സെക്രട്ടറിയായി പോയെന്ന വിമർശനമൊക്കെ സുനിൽകുമാർ നേരത്തെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ BJPയുടെ ഇടപെടലടക്കം സംശയിക്കുന്ന ഒരു സമീപനമാണ് സുനിൽകുമാർ പ്രകടിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ വിമർശനമെന്നാണ് സുനിൽകുമാറിന്റെ വിശദീകരണം. അതാണ്, പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല, ഇതിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് മനഃപൂർവ്വമായി വീഴ്ചയുണ്ടായിട്ടില്ല, അജിത് കുമാറിന്റെ പേരും ഒന്നും ഈ റിപ്പോർട്ടിലില്ല എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ അതിൽ കളക്ടറാണ് ഒന്നാം പ്രതിയാകേണ്ടത് എന്ന VS സുനിൽകുമാറിന്റെ പ്രതികരണം, അതിന്മേലാണ് മന്ത്രി K. രാജൻ വലിയ അതൃപ്തി അറിയിച്ചത്. പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ അദ്ദേഹത്തിന് ശാസന CPI നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് R. ശ്രീജിത്ത് ബ്രേക്ക് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.